അത് സിനിമ ചെയ്തതിനൊക്കെ ED റൈഡ് വരുന്ന കാലഘട്ടമാണേ. സിനിമ ചെയ്തതിനൊക്കെ ED റൈഡ് വരുന്ന കാലഘട്ടമാണ്. അപ്പൊ ആരെ കുറിച്ച് എന്തൊക്കെ സംസാരിക്കാൻ മനസ്സിലാവുന്നുണ്ടല്ലോ മക്കൾക്ക്. അപ്പൊ സമാധാനമായിട്ട് നിങ്ങളുടെ സാമൂഹിക അവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കണമെന്നൊക്കെ ഉള്ള ബോധമുള്ള ആൾക്കാരെ കേട്ടിരുന്നോളോ ദയവ് ചെയ്ത്. കോളേജിലൊക്കെ പോണ പിള്ളേരാണ്, ഭയങ്കര പൊളിറ്റിക്കലി അറിവുള്ള പിള്ളേരൊക്കെ ആയിട്ട് വളർന്നോളൂ പ്ലീസ്. കാരണം നിങ്ങൾ മാത്രമുള്ള ഇനി കാരണന്മാരെ പൊട്ടത്തരം കാണിച്ച് നടക്കണാണ്. നമ്മുടെ രാഷ്ട്രീയ സാധനങ്ങളൊക്കെ കാണണല്ലേ നിങ്ങൾ, എല്ലാ ദിവസവും വാർത്തയും ഒക്കെ വായിക്കുന്ന ആൾക്കാരല്ലേ. ഭയങ്കര അറിബോറാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ. നിങ്ങൾ മാത്രം ആകെ ഒരു ഹോപ്പുള്ളോ. ED എന്നൊക്കെ പറഞ്ഞ പണ്ട് എന്തിനൊക്കെ അപരാധം ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ED എന്ന് പറഞ്ഞാണ് ഭയപ്പെടുത്തുന്നത് അല്ലേ, ഭയപ്പെടുത്തി രാഷ്ട്രീയമാണ്. ഈ വേടം പറഞ്ഞത് കറക്റ്റ് അല്ലേ. പ്രതീക്ഷ യൂത്തിലാണ്, പക്ഷെ യൂത്തിനെ നശിപ്പിക്കാൻ വേണ്ടി വല്ലാത്ത രീതിയിൽ ശ്രമിക്കുന്നു. കാര്യം അത്രത്തോളം ഇപ്പൊ മയക്കുമരുന്ന് വല്ലാത്ത രീതിയിൽ ചെറുപ്പക്കാരിൽ ഒരു വിതരണം ചെയ്യുന്നുണ്ട്. എനിക്കും ഇതൊക്കെ നമ്മുടെ യൂത്തിനെ നശിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് പലപ്പോഴും തോന്നുന്നു. അത്രത്തോളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച്, നിങ്ങളിലാണ് പ്രതീക്ഷ. ഈ കടൽക്കഴവന്മാരുണ്ടല്ലോ മാറി മാറി നിന്ന് ഇപ്പോൾ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നുമില്ല രാഷ്ട്രീയത്തിൽ പറഞ്ഞ പുരോഗതി ഒന്നുമില്ല. നല്ലത് പറയാൻ എല്ലാ സ്ഥലത്തും പ്രശ്നമാണ്. ഇത് മറയ്ക്കാൻ വേണ്ടി ഈ ഇങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന് ഓർത്ത് വെക്കും, ഒരു ദിവസം ഓരോ വാർത്തകൾ പറഞ്ഞ് തമ്മിൽ തല്ലിക്കാൻ എങ്ങനെ നോക്കാം, എങ്ങനെ തമ്മിൽ തല്ലിക്കാം. ഇതല്ലേ സാർ, വേറെ എന്തെങ്കിലും ഉണ്ട്, വേറെ എന്തെങ്കിലും പുരോഗതി ഈ നാട്ടിൽ നടക്കുന്നുണ്ടോ? യുവജനങ്ങളെ നിങ്ങൾ മുന്നിട്ട് നിന്നാലാണ് ഇനി മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഈ കടൽ കഴിവന്മാരെ കൊണ്ട് ഇനിയൊരു മാറ്റം ഉണ്ടാവുന്ന പറയും. ഇവർ നമ്മളെ തമ്മിൽ തല്ലിച്ച് കാശുണ്ടാക്കാനേ നോക്കുള്ളൂ. അടിപൊളി. വേടൻ പറഞ്ഞത് കലക്കിയിട്ടുണ്ട്.